ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വികേസ്. ഞാൻ ഇന്നുള്ളത് കായംകുളത്താണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉത്രാടമാണ്. ഇന്ന് മോളുടെ വെഡ്ഡിംഗ് ആണ്. അപ്പോൾ മോളെ ഒരുക്കുന്നത് വികാസ് സാറാണ്. ഞങ്ങൾ വികാസ് സാറിൻ്റെ കാര്യം ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് സാറിനെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയത്. അപ്പം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ സാർ തന്നെ വരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് സാറിനെ വിളിപ്പിച്ചത്. സാറ് കൊച്ചിയിലാണ്, എന്നാൽ പോലും ഞങ്ങൾ വിളിച്ച് അന്ന് തന്നെ ഫിക്സ് ചെയ്തു, അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് മോളെ കുറച്ച് ട്രഡീഷണൽ വേയിലാണ് ഒരുക്കുന്നത് ഇഷ്ടം. അപ്പോൾ അത് ഞങ്ങൾ സാറിനോട് പറഞ്ഞതും സാറിനും അതിൽ നല്ല താല്പര്യമാണ്. അപ്പോൾ താങ്ക് യു സർ. ചേച്ചി, ഹാപ്പി ഓണം അല്ലേ? ഇത് ദേവിയുടെ അമ്മയാണ്. എന്താ പേര്? എൻ്റെ പേര് ലീന. ഇവിടുത്തെ കാര്യം തന്നെയാണ്, കായംകുളംകാരി തന്നെയാണ്. അത് ശരി. അപ്പോൾ നമുക്ക് ഗോൾഡൊക്കെ ഒന്ന് കാണാം. ആദ്യം തന്നെ ഏത് ജ്വല്ലറിയാ? ST ജ്വല്ലറി. ഇവിടെ അടുത്താണോ? ഭീമയും ഉണ്ട്. എപ്പോഴും പറയാറുണ്ട്, ഗോൾഡ് നമ്മൾ പെൺകുട്ടിക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗോൾഡ് സെറ്റ് ചെയ്യണം. ഒരു 3-4 കൂടുതൽ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഫിക്സ് ആക്കി വെക്കണം. അപ്പോൾ നമുക്കിന്ന് ഒരു അത്തത്തിന് വരെ നമുക്ക് ജ്വല്ലറി ഉണ്ടല്ലോ, പൂക്കളൊക്കെ ഉണ്ട്. ജ്വല്ലറിയുടെ അടുത്തൊരു പ്രധാന ഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല കണ്ടോ, ഇത് ഇങ്ങനെ വിടർത്തുന്ന സമയത്ത് ഇത് വളയുന്നുണ്ട്. അപ്പോൾ പലരും ഇപ്പം വിടർത്തുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഒരു വളവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കുന്ന ടൈമിന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്ത് നമ്മളത് സെറ്റ് ചെയ്യണം. നമ്മളത് ഏത് സിറ്റുവേഷനിലായാലും നമ്മൾ സെറ്റ് ചെയ്യും. ഇത് കട്ടിലോ മേശയിലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് ദേഹത്ത് വെച്ച് പ്രോപ്പർലി വെക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗോൾഡിൻ്റെ പ്രോപ്പർ സെറ്റിങ്ങും അത് ലാസ്റ്റിങ്ങും. നമുക്ക് ദേവീനെ അത്തം കാണിക്കാനായിട്ട് കൊണ്ടുവരികയാണേ. ഞാൻ പറഞ്ഞില്ലേ, സ്വർണം കൊണ്ട് അത്തം ഇട്ടത് നീയാണ് ഫസ്റ്റ്. നിനക്കാണ് ഞാൻ ഇട്ടു, നിനക്കായി. താങ്ക് യു. ഇതെന്റെ മോന്റെ പ്രിൻസിപ്പളും കൂടെ ആയിരുന്നു. അപ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണിത്. താങ്ക് യു. മോൻ നല്ല നിലയ്ക്ക് എത്തിയതിന്റെ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. പഠിപ്പിച്ചവർക്ക് 7th തോന്നുന്നു മേഡത്തിന്റെ കയ്യിൽ വരുന്നത്. എപ്പോഴും മാം വിളിക്കാറുണ്ട്, എപ്പോഴും ഞങ്ങൾ ബ്ലസ് ചെയ്യാറുണ്ട്. താങ്ക് യു. നവംബർ 3 ബ്രൈഡും നീ ഒരേ പോലെ. സ്കൂൾ നടത്തുവാണോ? ട്രസ്റ്റിലും ഉണ്ട്. ഗായത്രി സ്കൂളിന്റെ പേര് ചേച്ചി ടീച്ചറാണല്ലേ? ഏത് സ്കൂളിലാണ്? ഗായത്രി സെന്റർ. ഓക്കെ. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഇത് കാണുമ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞ കമന്റ് വരും കേട്ടോ. എത്ര വർഷമായി? 18 വർഷമായി. ഇപ്പൊ ഹെഡ് മിസ്റ്റർ പ്രിൻസിപ്പലാണ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്, ആശയുടെ മോനെ പോലെ അല്ലേ? അപ്പം മോൾക്കും അമ്മയ്ക്കും അങ്ങനെ ഒരു മാറിയിരിക്കേണ്ട ആവശ്യം വന്നില്ലല്ലേ? മെഡിസിൻ എവിടെ പഠിച്ചത് നീ? അന്നായിരിക്കും അപ്പൊ ടെൻഷൻ അടിച്ചത്. അല്ല, പിന്നെ 11th പോയായിരുന്നു, ഗിരിദീപം കോട്ടയം ഹോസ്റ്റലായിരുന്നു. അപ്പം ഹോസ്റ്റലില് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നു 12th സെൻട്രൽ സ്കൂൾ കായംകുളത്ത്. പിന്നെ ഹൈദരാബാദിൽ പോയി കഴിഞ്ഞപ്പോ പിന്നെ കുറച്ചുകൂടെ മെച്ചോറിറ്റി ഒക്കെ ഹോസ്റ്റലിൽ കരച്ചിലായിരുന്നു. അപ്പം കോട്ടയത്ത് ഉണ്ടായിരുന്നു. ഒരു മോളല്ലേ ഉള്ളേ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എവിടെയാണ്? നൂറിനാട്. പ്ലേ സ്കൂൾ ഫ്രണ്ടാണ്. ഇവരാണ് ഒറിജിനൽ ഫ്രണ്ട്സ്.
ഇങ്ങനത്തെ ഡോക്ടറിന്റെ മുഖം നിന്റെ കല്യാണം കഴിഞ്ഞു. വെരി ഗുഡ്. കട്ടിലിട്ട അത്തപ്പൂക്കളം കറക്റ്റ് നിന്റെ കഴുത്തിലിടണം. രണ്ട് സക്സസ് ആവും. അപ്പൊ തിരുവോണമാവും. ഒത്തിരി ആഗ്രഹമായിരുന്നു നേരിൽ കാണാൻ ഒരു ഭാഗ്യം തന്നെ അല്ലേ. ഞാൻ വീഡിയോ എല്ലാം കാണാറുണ്ട്, എല്ലാ വീഡിയോയും കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണണം. ഭയങ്കര അതൊരു എൻജോയ്മെന്റ് നേരിൽ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. വേറെ ആരുടെ തോന്നിയിട്ട് ഹാപ്പി ബ്രൈഡ് അല്ലേ? ഹാപ്പി ബ്രൈഡ്. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. എനിക്കൊന്ന് ആ ഇഷ്ടം തിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയില്.